കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന തെരുവുനായ പ്രതിസന്ധി, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ, ഭരണകൂട ഉത്തരവാദിത്തങ്ങൾ, ഭാവി പ്രവചനങ്ങൾ, ഈ വിഷയത്തെ അധികരിച്ച് ഒരു സമഗ്ര റിപ്പോർട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ഇൻഫർമേറ്റീവായ ഇത്തരം വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കേരളത്തിലെയും ഇന്ത്യയിലെയും നഗരഗ്രാമീണ മേഖലകളിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന തെരുവുനായ ശല്യം കേവലം ഒരു മൃഗസംരക്ഷണ വിഷയത്തിനപ്പുറം പൊതുജനാരോഗ്യം, നഗരാസൂത്രണം, മാലിന്യ സംസ്കരണം, നിയമവ്യവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സങ്കീർണ പ്രശ്നമാണ്. തെരുവ് നായ്ക്കൾ കൂടുന്നു, അവർ അക്രമകാരികളാകുന്നു എന്ന പൊതുജന വികാരം കണക്കിലെടുക്കുമ്പോൾ ഈ പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണങ്ങൾ ശാസ്ത്രീയമായും സാമൂഹികമായും വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഏകദേശം 6 കോടിയിലധികം തെരുവ് നായ്ക്കൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവയുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ് നഗരങ്ങളിലെ മാലിന്യ സംസ്കരണത്തിലെ അപാകതകളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നായ്ക്കളുടെ അക്രമവാസനയ്ക്ക് പിന്നിൽ പ്രജനനകാലത്തെ ഹോർമോൺ വ്യതിയാനങ്ങൾ, ഭക്ഷണത്തിന് വേണ്ടിയുള്ള മത്സരം, ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾ എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. ഈ പ്രശ്നത്തിന് പരിഹാരമായി നിർദ്ദേശിക്കപ്പെടുന്ന ആനിമൽ ബർത്ത് കൺട്രോൾ അഥവാ ABC പദ്ധതി നായ്ക്കളുടെ വംശനാശത്തിന് കാരണമാകില്ലെന്നും മറിച്ച് നിയന്ത്രിതമായ ഒരു ജനസംഖ്യയെ നിലനിർത്താൻ സഹായിക്കുമെന്നും ഭൂട്ടാൻ പോലുള്ള രാജ്യങ്ങളിലെ മാതൃകകൾ തെളിയിക്കുന്നു. നായ്ക്കളെ പൂർണ്ണമായും നീക്കം ചെയ്യുന്നത് എലികളുടെ പെരുപ്പത്തിലേക്കും പ്ലേഗ് പോലുള്ള രോഗങ്ങളിലേക്കും നയിക്കുമെന്നതിനാൽ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. 2030 പേവിഷബാധമുക്ത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ നിലവിലെ വേഗത്തിലുള്ള പ്രവർത്തനങ്ങൾ മതിയാകില്ലെന്ന് ഈ വീഡിയോ പ്രവചിക്കുന്നു. നൂറ്റാണ്ടുകളായി മനുഷ്യനോടൊപ്പം സഹവസിച്ചു വരുന്ന ജീവിവർഗമാണ് നായ്ക്കൾ. എന്നാൽ ആധുനിക നഗരവൽക്കരണത്തിൻ്റെയും ജനസാന്ദ്രതയേറിയ ആവാസ വ്യവസ്ഥയുടെയും ഫലമായി ഈ സഹവർത്തിത്വം ഇന്ന് ഒരു വലിയ സംഘർഷമായി മാറിയിരിക്കുന്നു. കേരളത്തിലെ നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ തെരുവുനായ ആക്രമണങ്ങൾ നിത്യസംഭവമായി മാറുകയും പൊതു സമൂഹത്തിൽ ഭീതിയും അമർഷവും വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ നിന്നും ചില ചോദ്യങ്ങൾ ഉയരുകയാണ്. എന്തുകൊണ്ട് നായ്ക്കളുടെ എണ്ണം കൂടുന്നു? എന്തുകൊണ്ട് അവ അക്രമകാരികളാകുന്നു? ഇതിന് ആരാണ് ഉത്തരവാദി? വന്ധ്യംകരണം നായ്ക്കളുടെ വംശനാശത്തിന് കാരണമാകുമോ? ഇത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ? ഭാവിയിൽ എന്തു സംഭവിക്കും? ഈ തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിനായി ലഭ്യമായ ഗവേഷണ വിവരങ്ങൾ, നിയമപരമായ രേഖകൾ, ശാസ്ത്രീയമായ പഠനങ്ങൾ എന്നിവയെ ആധാരമാക്കിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ തെരുവ് നായ്ക്കളുടെ എണ്ണം ഏകദേശം 62 ദശലക്ഷം അഥവാ 6.2 കോടിയാണെന്ന് കണക്കാക്കപ്പെടുന്നു. കേരളത്തിൽ മാത്രം ഏകദേശം 3 ലക്ഷത്തോളം തെരുവ് നായ്ക്കൾ ഉണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ അനൗദ്യോഗിക കണക്കുകൾ ഇതിലും എത്രയോ അധികമാണ്. ഈ വർധനവിന് പിന്നിലെ പ്രധാന ശാസ്ത്രീയ കാരണം ക്യാരിയിങ് കപ്പാസിറ്റി അഥവാ വാഹക ശേഷി എന്ന തത്വമാണ്. ഒരു പ്രദേശത്തെ തെരുവ് നായ്ക്കളുടെ എണ്ണം തീരുമാനിക്കുന്നത് ആ പ്രദേശത്ത് ലഭ്യമായ ഭക്ഷണത്തിൻ്റെയും അഭയസ്ഥാനങ്ങളുടെയും അളവാണ്. ഇതിനെയാണ് ആവാസ വ്യവസ്ഥയുടെ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിലെ നഗരങ്ങളിൽ അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം മൂലം ധാരാളം ഭക്ഷണാവശിഷ്ടങ്ങൾ പൊതുസ്ഥലങ്ങളിൽ ലഭ്യമാണ്. കേരളത്തിലെ പല നഗരങ്ങളിലും ഗ്രാമങ്ങളിലും മാലിന്യങ്ങൾ റോഡരികുകളിലും ഒഴിഞ്ഞ പറമ്പുകളിലും തള്ളുന്നു. ഉയർന്ന കലോറി അടങ്ങിയ ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ നായ്ക്കൾക്ക് എളുപ്പത്തിൽ ഭക്ഷണം ലഭിക്കാൻ സഹായിക്കുന്നു. ഭക്ഷണം തേടി അലയേണ്ടി വരാത്തതിനാൽ ഇവയുടെ ആരോഗ്യം മെച്ചപ്പെടുകയും പ്രജനനശേഷി വർദ്ധിക്കുകയും ചെയ്യുന്നു. സാധാരണ വനപ്രദേശങ്ങളിൽ നായ്ക്കളുടെ കുഞ്ഞുങ്ങൾ അതിജീവിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ നഗരങ്ങളിൽ മാലിന്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സമൃദ്ധമായ ഭക്ഷണം കാരണം അമ്മ നായ്ക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് നൽകാൻ ആവശ്യമായ പാല് ലഭിക്കുന്നു. ഇത് നായ്ക്കുട്ടികളുടെ മരണനിരക്ക് കുറയ്ക്കുകയും ജനസംഖ്യ ജാമിതീയ പ്രോഗ്രഷനിൽ വർദ്ധിക്കാൻ ഇടയാവുകയും ചെയ്യുന്നു.
കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലെ തീപിടുത്തവും തുടർന്നുണ്ടായ പ്രതിസന്ധിയും നായ്ക്കളുടെ എണ്ണത്തെയും പെരുമാറ്റത്തെയും സ്വാധീനിച്ചിട്ടുണ്ട്. ബ്രഹ്മപുരത്തേക്ക് ജൈവമാലിന്യം കൊണ്ടുപോകുന്നത് നിർത്തിയപ്പോൾ അവിടെ തങ്ങിയിരുന്ന നായ്ക്കൾ ഭക്ഷണത്തിനായി നഗരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് കുടിയേറുകയും ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റം വരികയും ചെയ്തു. അശാസ്ത്രീയമായ നഗരവൽക്കരണം തെരുവ് നായ്ക്കളുടെ എണ്ണം കൂടുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നഗരങ്ങളോട് ചേർന്ന് രൂപപ്പെടുന്ന ചേരികൾ, ഇറച്ചിക്കടകൾ, അറവുശാലകൾ എന്നിവയ്ക്ക് സമീപം നായ്ക്കൾ കൂട്ടമായി തമ്പടിക്കുന്നു. ശരിയായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ അഭാവം ഇത്തരം ഇടങ്ങളെ നായ്ക്കളുടെ പ്രജനന കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു. നായ്ക്കൾ സ്വാഭാവികമായും അക്രമകാരികളല്ല. അക്രമം എന്നത് പലപ്പോഴും ഒരു പ്രതികരണമോ അല്ലെങ്കിൽ അതിജീവനത്തിനായുള്ള തന്ത്രമോ ആണ്. നായ്ക്കൾ അക്രമകാരികളാകാനുള്ള പ്രധാന കാരണങ്ങൾ ഇനി പറയുന്നവയാണ്. അതിൽ ഒന്നാമത് വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരമാണ്. ഭക്ഷണ ലഭ്യത കുറയുമ്പോഴോ അല്ലെങ്കിൽ ഒരിടത്ത് മാത്രം കേന്ദ്രീകരിക്കപ്പെടുമ്പോഴോ നായ്ക്കൾ തമ്മിൽ കടുത്ത മത്സരമുണ്ടാകുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് ടെറിട്ടോറിയൽ അഗ്രഷൻ. അതായത് നായ്ക്കൾ തങ്ങളുടെ പ്രദേശം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരാണ്. മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ പോലുള്ള ഭക്ഷണ സ്രോതസ്സുകളിൽ ഉള്ള മറ്റു സ്ഥലങ്ങളിൽ അപരിചിതരായ മനുഷ്യരോ മറ്റു നായ്ക്കളോ കടന്നു വരുമ്പോൾ തങ്ങളുടെ ഭക്ഷണം നഷ്ടപ്പെടുമോ എന്ന ഭയം മൂലം അവ ആക്രമിക്കാൻ മുതിരുന്നു. രണ്ടാമത്തേതാണ് ഇൻഡോർ ഇഫക്റ്റ്. മധ്യപ്രദേശിലെ ഇൻഡോർ നഗരത്തിൽ മാലിന്യ വിമുക്തമാക്കിയപ്പോൾ അവിടെയുണ്ടായിരുന്ന തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം ലഭിക്കാതെ വന്നു. ഈ ക്ഷാമം നായ്ക്കളെ കൂടുതൽ അക്രമകാരികളാക്കി മാറ്റി. വിശപ്പ് സഹിക്കാനാവാതെ അവ പരസ്പരം ആക്രമിക്കാനും മനുഷ്യർക്ക് നേരെ തിരിയാനും തുടങ്ങി. മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുമ്പോൾ തന്നെ നായ്ക്കളുടെ പുനരധിവാസവും ഉറപ്പാക്കിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇത് തെളിയിക്കുന്നു. നായ്ക്കളുടെ പ്രജനനകാലത്ത് അവയുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് ഹോർമോൺ വ്യതിയാനങ്ങൾ. വന്ധ്യംകരിക്കാത്ത ആൺനായ്ക്കളിൽ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിൻ്റെ അളവ് വർദ്ധിക്കുന്നത് അവയെ കൂടുതൽ അക്രമാസക്തരാക്കുന്നു. പെൺനായ്ക്കൾക്ക് വേണ്ടി ആൺനായ്ക്കൾ തമ്മിലുള്ള സംഘർഷം പലപ്പോഴും മനുഷ്യർക്ക് നേരെ തിരിയാറുണ്ട്. മറ്റൊന്നാണ് മാതൃസഹജമായ പ്രതിരോധം. പ്രസവിച്ച് കിടക്കുന്ന പെൺനായ്ക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും. കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ആരെങ്കിലും വരുന്നത് കണ്ടാൽ അത് ഭീഷണിയായി കണ്ട് തള്ളനായെ ആക്രമിച്ചേക്കാം. പലപ്പോഴും കുട്ടികൾ നായ്ക്കളെ എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരം ആക്രമണങ്ങൾ നടക്കാറ്. നായ്ക്കളെ ഉപദ്രവിക്കുകയോ കല്ലെറിയുകയോ ചെയ്യുന്ന പ്രവണത കേരളത്തിൽ വ്യാപകമാണ്. ഇത് നായ്ക്കളിൽ മനുഷ്യരോടുള്ള ഭയം ജനിപ്പിക്കുന്നു. രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഭയന്ന നായ സ്വയരക്ഷയ്ക്കായി കടിക്കാൻ മുതിരുന്നു. ഇതിൻ്റെ ഉത്തരവാദി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയും ഭരണഘടനാപരമായ കടമകളും പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. 2023 ആനിമൽ ബർത്ത് കൺട്രോൾ അതായത് ABC ചട്ടം പ്രകാരം തെരുവ് നായ നിയന്ത്രണത്തിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. അത് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നെന്ന് പറയുന്നത് ABC പദ്ധതി നടപ്പാക്കലാണ്. തെരുവ് നായ്ക്കളെ പിടിച്ച് വന്ധ്യംകരിച്ച് വാക്സിൻ നൽകി തിരികെ പിടിച്ച സ്ഥലത്ത് തന്നെ വിടുക. രണ്ടെന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. വന്ധ്യംകരണ ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള കേന്ദ്രങ്ങൾ അതായത് ABC സെൻറ്റേഴ്സ്, നായ്ക്കളെ പാർപ്പിക്കാനുള്ള കൂടുകൾ, വാഹനങ്ങൾ എന്നിവ സജ്ജമാക്കുക. മൂന്നാമത്തെ ചുമതല എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണമാണ്. നായ്ക്കൾ പെരുകുന്ന സാഹചര്യം ഒഴിവാക്കാൻ കൃത്യമായ മാലിന്യ സംസ്കരണം ഉറപ്പാക്കുക. കേരളത്തിൽ പലപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങൾ ഈ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ പരാജയപ്പെടുന്നു. ഫണ്ടിൻ്റെ അപര്യാപ്തത, വെറ്റിനറി ഡോക്ടർമാരുടെ കുറവ്, ABC സെൻ്ററുകൾ തുടങ്ങുന്നതിനെതിരെ പ്രാദേശികമായി ഉണ്ടാകുന്ന എതിർപ്പുകൾ എന്നിവയാണ് പ്രധാന വെല്ലുവിളികൾ. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുക, ആവശ്യമായ ഫണ്ട് അനുവദിക്കുക, സംസ്ഥാന തലത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കുക എന്നിവയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ചുമതല. 2023 ചട്ടങ്ങൾ പ്രകാരം സംസ്ഥാനതല മോണിറ്ററിംഗ് കമ്മിറ്റി കൃത്യമായ ഇടവേളകളിൽ യോഗം ചേർന്ന് പുരോഗതി
വിലയിരുത്തേണ്ടതുണ്ട്. എന്നാൽ പലപ്പോഴും ആരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും തമ്മിലുള്ള ഏകോപനമില്ലായ്മ പദ്ധതികളുടെ നടത്തിപ്പിനെ ബാധിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ AWBI ആണ് നായ നിയന്ത്രണത്തിനുള്ള മാർഗരേഖകൾ പുറപ്പെടുവിക്കുന്നത്. 2023 പുതിയ ചട്ടങ്ങൾ പ്രകാരം ABC സെന്ററുകൾക്ക് AWBIയുടെ അംഗീകാരം നിർബന്ധമാണ്. എന്നാൽ ഈ അംഗീകാരം ലഭിക്കുന്നതിനുള്ള നിബന്ധനകൾ, ഉദാഹരണത്തിന് CCTV ക്യാമറകൾ, എയർ കണ്ടീഷൻ ചെയ്ത ഓപ്പറേഷൻ തിയേറ്ററുകൾ എന്നിവ വളരെ കടുപ്പമേറിയതാണെന്നും ഇത് പദ്ധതി നടത്തിപ്പിനെ വൈകിപ്പിക്കുന്നുവെന്നും വിമർശനമുണ്ട്. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികൾ ഈ വിഷയത്തിൽ നിർണായകമാണ്. അതിൽ പ്രധാനമാണ് കൊലപാതകം പാടില്ല. തെരുവ് നായ്ക്കളെ കൊന്നൊടുക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ആർട്ടിക്കിൾ 21 ആൻഡ് 51AG വകുപ്പിലാണ് പ്രതിപാദിക്കുന്നത്. മറ്റൊന്നാണ് മാറ്റിപ്പാർപ്പിക്കൽ നിരോധനം. നായ്ക്കളെ പിടികൂടി കാട്ടിലോ മറ്റു സ്ഥലങ്ങളിലോ കൊണ്ടുപോയി വിടുന്നത് നിയമവിരുദ്ധമാണ്. വന്ധ്യംകരണത്തിന് ശേഷം അവയെ പിടിച്ച സ്ഥലത്ത് തന്നെ വിടണം. മൂന്നാമത്തെ നിയമമാണ് സമീപകാല വിധികളിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നായ്ക്കളെ മാറ്റാൻ സുപ്രീം കോടതി നിർദ്ദേശമുണ്ടെങ്കിലും അവയെ എങ്ങോട്ട് മാറ്റണമെന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. ഷെൽട്ടറുകളുടെ അഭാവം കേരളത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. പിന്നീട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് വന്ധ്യംകരണവും വംശനാശ ഭീഷണിയും. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഇങ്ങനെ പോയാൽ നായ്ക്കളുടെ വംശം തന്നെ ഇല്ലാതാവില്ലേ എന്നൊരു ചോദ്യം ഉന്നയിച്ചാൽ ഇത് പാരിസ്ഥിതികമായ ഈ ചോദ്യം പ്രസക്തമാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇതിന് സാധ്യതയില്ലെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത്. പിന്നെ പട്ടികളുടെ എണ്ണത്തിലെ വർധന നിയന്ത്രണം അല്ലെങ്കിൽ ഇവരുടെ വംശനാശം എന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതിയുടെ ലക്ഷ്യം നായ്ക്കളെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതല്ല, മറിച്ച് അവയുടെ എണ്ണം നിയന്ത്രിക്കുക എന്നതാണ്. ഒരു ജോഡി നായ്ക്കൾക്കും അവയുടെ കുഞ്ഞുങ്ങൾക്കും 6 വർഷത്തിനുള്ളിൽ 67,000-ഓളം നായ്ക്കളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. വന്ധ്യംകരണം വഴി ഈ അനിയന്ത്രിതമായ പെരുപ്പമാണ് തടയുന്നത്. വന്ധ്യംകരിച്ച നായ്ക്കൾ അവയുടെ സ്വാഭാവിക ആയുസ് ശരാശരി 3 മുതൽ 5 വർഷം വരെ തെരുവിൽ ജീവിക്കുന്നു. പുതിയ കുഞ്ഞുങ്ങൾ ജനിക്കാത്തതിനാൽ കാലക്രമേണ നായ്ക്കളുടെ എണ്ണം കുറയുന്നു. നായ്ക്കളുടെ എണ്ണം കുറയണമെങ്കിൽ ഒരു പ്രദേശത്തെ മൊത്തം നായ്ക്കളിൽ 70% എണ്ണത്തെയെങ്കിലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വന്ധ്യംകരിക്കണം. എന്നാൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക നഗരങ്ങളിലും വന്ധ്യംകരണ നിരക്ക് ഇതിലും വളരെ താഴെയാണ്. അതിനാൽ നായ്ക്കളുടെ വംശം ഉടനെയൊന്നും ഇല്ലാതാകില്ലെന്ന് മാത്രമല്ല, അവയുടെ എണ്ണം വർദ്ധിക്കാനാണ് സാധ്യത. ഇതിനൊരു പ്രധാന മാതൃകയാണ് ഭൂട്ടാൻ മാതൃക. ലോകത്ത് ആദ്യമായി തെരുവ് നായ്ക്കളെ 100% വന്ധ്യംകരിച്ച രാജ്യമാണ് ഭൂട്ടാൻ. 14 വർഷമെടുത്താണ് അവർ ഈ ലക്ഷ്യം കൈവരിച്ചത്. ഇതിൻ്റെ ഫലമോ അവിടെ നായ്ക്കളുടെ വംശം ഇല്ലാതായില്ല, മറിച്ച് അക്രമകാരികളല്ലാത്ത, പേവിഷബാധയില്ലാത്ത, ആരോഗ്യവാനായ നായ്ക്കളുടെ ഒരു നിശ്ചിത എണ്ണം അവിടെ നിലനിൽക്കുന്നു. പ്രജനനം നടക്കാത്തതിനാൽ എണ്ണം കൂടുന്നില്ല എന്ന് മാത്രം. ഇത് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സമാധാനപരമായ സഹവർത്തിത്വത്തിന് വഴിയൊരുക്കി. ഇനി പാരിസ്ഥിതിക ആഘാതങ്ങൾ നോക്കാം. നായ്ക്കളെ മാറ്റിയാൽ എന്ത് സംഭവിക്കും? ഇത് പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കില്ലേ എന്ന ചോദ്യം അത് വളരെ ഗൗരവമുള്ളതാണ്. നായ്ക്കളെ ഒരു പ്രദേശത്ത് നിന്ന് പെട്ടെന്ന് നീക്കം ചെയ്യുന്നത് ആവാസ വ്യവസ്ഥയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇതിനെ മിസോപ്രഡേറ്റർ റിലീസ് എന്ന് വിളിക്കുന്നു. 1994 ഗുജറാത്തിലെ സൂറത്തിൽ പ്ലേഗ് പടർന്നു പിടിക്കാൻ കാരണം തെരുവ് നായ്ക്കളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയതാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിൽ നായ്ക്കളുടെ പങ്കെന്താണ്? നഗരത്തിലെ മാലിന്യങ്ങൾ തീർക്കുന്നതിലൂടെ നായ്ക്കൾ എലികളുടെ എണ്ണം നിയന്ത്രിക്കുന്നു. നായ്ക്കൾ ഇല്ലാതായപ്പോൾ എലികൾ പെരുകുകയും അവ പ്ലേഗ് രോഗാണുവായ യെർസീനിയ പെസ്റ്റിസിനെ മനുഷ്യരിലേക്ക് പകരുകയും ചെയ്തു. അതുമൂലം
എലികളുടെ ശല്യമാണ് ഉണ്ടാകുന്നത്. നായ്ക്കളെ മാറ്റിയാൽ എലികൾ, പെരിച്ചാഴികൾ എന്നിവയുടെ എണ്ണം വർദ്ധിക്കും. ഇവ നായ്ക്കളെക്കാളും അപകടകാരികളായ രോഗങ്ങൾ പരത്തുന്നവയാണ്. എലിപ്പനി പോലുള്ള. മാലിന്യം നീക്കം ചെയ്യാതെ നായ്ക്കളെ മാത്രം നീക്കം ചെയ്യുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. വന്യജീവികൾക്ക് ഒരു ഭീഷണി. അതായത് മറുവശത്ത് നായ്ക്കളുടെ എണ്ണം അമിതമായി കൂടുന്നതും പരിസ്ഥിതിക്ക് ഭീഷണിയാണ്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ, ഉദാഹരണത്തിന് വയനാട്, ഇടുക്കി തുടങ്ങിയ ജില്ലകളിൽ തെരുവ് നായ്ക്കൾ വന്യജീവികളെ വേട്ടയാടുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികൾ, മാനുകൾ, ആമകൾ എന്നിവയെ നായ്ക്കൾ കൊന്നൊടുക്കുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നു. കൂടാതെ നായ്ക്കളിൽ നിന്ന് വന്യമൃഗങ്ങളിലേക്ക് കാനിൻ ഡിസ്റ്റംബർ വൈറസ് പോലുള്ള രോഗങ്ങൾ പകരുന്നത് ജൈവ വൈവിധ്യത്തിന് വലിയ ഭീഷണിയാണ്. അതുകൊണ്ട് നായ്ക്കളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതോ അല്ലെങ്കിൽ അനിയന്ത്രിതമായി പെരുകാൻ അനുവദിക്കുന്നതോ പാരിസ്ഥിതികമായി ശരിയല്ല. നിയന്ത്രിത എണ്ണം, അതായത് മാനേജ്ഡ് പോപ്പുലേഷൻ നിലനിർത്തുകയാണ് വേണ്ടത്. ഇനി ഒരു പ്രവചനത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, അതിൻ്റെ പരിഹാരത്തെ സംബന്ധിക്കുന്ന ഭാവി പ്രവചനങ്ങളും പരിഹാരങ്ങളും എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഇന്ത്യ 2030 നായ്ക്കളിൽ നിന്നുള്ള പേവിഷബാധ പൂർണ്ണമായും ഒഴിവാക്കാൻ 0/30 ഗോൾ ലക്ഷ്യമിടുന്നു. എന്നാൽ നിലവിലെ സ്ഥിതിവിവരക്കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ ലക്ഷ്യം കൈവരിക്കാൻ പ്രയാസമായിരിക്കും എന്നാണ്. വന്ധ്യംകരണം ഫലപ്രദമായി നടപ്പാക്കാത്തതിനാലും മാലിന്യ സംസ്കരണം കാര്യക്ഷമമല്ലാത്തതിനാലും അടുത്ത 5 വർഷത്തേക്ക് നായ ആക്രമണങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. മാലിന്യ ഉറവിടങ്ങൾ പെട്ടെന്ന് നീക്കം ചെയ്യുമ്പോൾ നായ്ക്കൾക്ക് ഭക്ഷണം ലഭിക്കാതെ വരികയും അത് സ്കേഴ്സിറ്റി അഗ്രഷനിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ലക്ഷ്യം, അതായത് 2030 വന്ധ്യംകരണം അല്ലെങ്കിൽ പേവിഷബാധ മുക്തമാക്കും എന്നുള്ള ആ ലക്ഷ്യം വൈകാൻ കാരണം 70% വന്ധ്യംകരണം എന്ന ലക്ഷ്യത്തിലെത്താൻ കേരളത്തിന് ഇനിയും വർഷങ്ങൾ വേണ്ടിവരും എന്നുള്ളതാണ്. അതിനാൽ 2030 പേവിഷബാധ പൂർണ്ണമായും ഒഴിവാക്കുക എന്നത് ഒരു ബാലികേറ മലയായി തുടരാനാണ് സാധ്യത. ഇനി നമുക്കിതിൻ്റെ പരിഹാര മാർഗങ്ങളെ കുറിച്ചുകൂടെ ഒന്ന് ചിന്തിച്ചാൽ, ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണമാണ് അത്യാവശ്യം. നായ്ക്കളുടെ ഭക്ഷണ സ്രോതസ് അടയ്ക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അറവുശാല മാലിന്യങ്ങളും ഹോട്ടൽ ഭക്ഷണാവശിഷ്ടങ്ങളും പൊതുസ്ഥലത്ത് തള്ളുന്നത് കർശനമായി തടയണം. മറ്റൊന്ന് സമഗ്രമായ വന്ധ്യംകരണമാണ്. ഭൂട്ടാൻ മാതൃകയിൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ എല്ലാ നായ്ക്കളെയും വന്ധ്യംകരിക്കാനുള്ള തീവ്രയജ്ഞ പരിപാടി ആവിഷ്കരിക്കണം. ഇതിനായി കൂടുതൽ മൊബൈൽ വെറ്റിനറി യൂണിറ്റുകൾ ആരംഭിക്കാം. മറ്റൊന്നാണ് കമ്മ്യൂണിറ്റി ഫീഡിംഗ്. നായ്ക്കൾക്ക് ഭക്ഷണം നൽകാതിരുന്നാൽ അവ അക്രമകാരികളാകും. അതിനാൽ ജനവാസമില്ലാത്ത ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ നിശ്ചിത സമയത്ത് ഭക്ഷണം നൽകുന്ന ഫീഡിംഗ് സ്പോട്ടുകൾ തയ്യാറാക്കണം. ഇത് നായ്ക്കളെ ഒരിടത്ത് കേന്ദ്രീകരിക്കാനും അവയെ പിടികൂടി വാക്സിൻ നൽകാനും സഹായിക്കും. പിന്നെ മറ്റൊന്നാണ് ദത്തെടുക്കൽ പ്രോത്സാഹിപ്പിക്കുക. നാടൻ നായ്ക്കളെ ദത്തെടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കണം. ഇതിനായി നികുതി ഇളവുകളോ മറ്റു ആനുകൂല്യങ്ങളോ അനുവദിക്കാവുന്നതാണ്. അതായത് വിദേശ നായ്ക്കളുടെ വരവോടുകൂടിയാണ് നാട്ടിൻപുറത്ത് വീടുകളിൽ കഴിഞ്ഞിരുന്ന നായ്ക്കൾക്ക് പുറത്തേക്ക് പോകേണ്ടി വന്ന് അവരെ തള്ളിവിടുകയാണ് ചെയ്തത്. ഈ ഒരു ട്രെൻഡാണ് ഒരുപക്ഷെ നാടൻ നായ്ക്കൾ തെരുവുകളിൽ ഇങ്ങനെ പെരുകാൻ കാരണം. അവരെ അകറ്റി നിർത്തി എന്നുള്ളതാണ്. കേരളത്തിലെ തെരുവ് നായ പ്രശ്നം ഒറ്റ രാത്രി കൊണ്ട് പരിഹരിക്കാവുന്ന ഒന്നല്ല. ഇത് മനുഷ്യരിൽ സൃഷ്ടിച്ച മാലിന്യ പ്രശ്നത്തിൻ്റെ ഒരു പാർശ്വഫലം മാത്രമാണ്. നായ്ക്കളെ കൊന്നൊടുക്കുന്നത് നിയമവിരുദ്ധവും പാരിസ്ഥിതികമായി വിപത്താണെന്നും നാം തിരിച്ചറിയണം. വന്ധ്യംകരണത്തിലൂടെ എണ്ണം നിയന്ത്രിക്കുക, മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുക, പേവിഷബാധയ്ക്കെതിരെ വാക്സിനേഷൻ ഉറപ്പാക്കുക എന്നിവയാണ് ശാസ്ത്രീയമായ പോംവഴികൾ. എന്തുകൊണ്ട് ഇവ കൂടുന്നു? നായ്ക്കൾ എന്തുകൊണ്ട് കൂടുന്നു? അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം നൽകുന്ന അമിതമായ ഭക്ഷണമാണ് പ്രധാന കാരണം. ഇതിൻ്റെ ഉത്തരവാദി ആര് എന്ന് ചോദിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് നടത്തിപ്പാണ്. സംസ്ഥാന സർക്കാർ ഇതിൻ്റെ ഏകോപനമാണ്. പൊതുജനങ്ങൾ ഇതിൻ്റെ മാലിന്യ സംസ്കരണം. ഈ 3 ആൾക്കാർ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദികൾ. പിന്നെ ഇതിന് വംശനാശം സംഭവിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെ പറയാം. വന്ധ്യംകരണം കാരണം എണ്ണം നിയന്ത്രിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി ഇതിൽ പാരിസ്ഥിതിക പ്രശ്നം എന്തുണ്ടാകും എന്ന് ചോദിച്ചാൽ, നായ്ക്കളെ പെട്ടെന്ന് നീക്കം ചെയ്താൽ എലികൾ പെരുകി പ്ലേഗ് പോലുള്ള രോഗങ്ങൾ വരാം.
ഈ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചാൽ മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കിയില്ലെങ്കിൽ നായ ആക്രമണങ്ങൾ ഇനിയും കൂടും. ഭൂട്ടാൻ മാതൃകയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സമാധാനപരമായ സഹവർത്തിത്വത്തിനായി ഒരു വൺ ഹെൽത്ത് സമീപനം കേരളം സ്വീകരിക്കേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം.